എല്ലാവർക്കും സുഖമല്ലേ? ഫുഡൊക്കെ കഴിച്ചല്ലോ അല്ലേ? ടൈം പലയിടത്തും പലതായതുകൊണ്ട് അറിയാൻ പറ്റില്ല. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ആഹാരം കഴിച്ചിട്ടില്ലാത്തവർ കഴിക്കുക. ചൂടൊക്കെ കൂടി വരികയാണ്. സമയത്തും കാലത്തൊക്കെ വെള്ളം കുടിക്കുക. ആരോഗ്യം ശ്രദ്ധിക്കുക. ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കഴിയുള്ളൂ. പിന്നെന്താണ്, ഇന്ന് ഭയങ്കര സങ്കടമായിപ്പോയി വൈകുന്നേരമേ. വേറൊന്നുമില്ല, ഞാനും കുഞ്ഞും കൂടെ വൈകുന്നേരം എന്നും പോകാറുള്ളത് പോലെ ഞങ്ങളിങ്ങനെ നടന്നു പോകും ഞങ്ങളുടെ പശുക്കുട്ടികളെയൊക്കെ കാണാൻ. അപ്പം ആ വീട്ടിൽ ഒരു പശുക്കുട്ടിയെ കൊടുത്തു. പക്ഷേ അതിൻ്റെ പേരെ എപ്പോഴും നാവി വരത്തുള്ളൂ. അപ്പം വേറൊന്നും കൂടെ ഉണ്ട്, അത് ഇത്തിരി കൂടെ ചെറുതാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വൈകിട്ട് നടന്ന് അവിടെ ആ സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും അവിടെ ആ വീട്ടിലെ അമ്മയും വേറൊരാളും ഇങ്ങനെ 2 പേരൊക്കെ നിൽപ്പുണ്ട്. ഞങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന പശുക്കുട്ടി പൊന്നു എന്നാണ് പേര്. പൊന്നു താഴെ കിടക്കുകയാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, എന്ത് പറ്റി പൊന്നുവിന്? അപ്പം പറഞ്ഞു, ഗ്യാസ് കയറിയിട്ടാണ് എന്ന് പറഞ്ഞു. ഒരു കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് വയ്യാതെ വന്നു, ഗ്യാസിൻ്റെതാണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാനും കുഞ്ഞും കൂടെ പിന്നെ പെട്ടെന്ന് നടന്ന് അവിടെ വരെ ചെന്ന് കുറേ നേരം പൊന്നു എന്നൊക്കെ വിളിച്ച്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തലയൊക്കെ അനക്കും. അങ്ങ് കിടക്കുകയാണ്, ക്ഷീണമാണ്, ഭയങ്കര വിഷമമായി. ഞാൻ പറഞ്ഞു, മോൻകുട്ടാ പ്രാർത്ഥിക്ക്, പൊന്നിനൊന്നും വരുത്തല്ലേ എന്ന് പറഞ്ഞു. അവൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. നാളെ അറിയാം എന്തായെന്ന്. പിന്നെ ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടറിനെ വിളിച്ചപ്പോഴത്തേക്കും സോഡാപ്പൊടിയും ഇഞ്ചിയും കൂടെ കലക്കി കൊടുക്കാൻ പറഞ്ഞു. ഡോക്ടർ സ്ഥലത്തില്ല. അങ്ങനെ ആ മരുന്നൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൾ കരയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, കയ്യും കാലൊക്കെ ഇട്ടടിച്ച്. പിന്നെ അവർ ട്രോളി കൊണ്ടുവന്നിട്ട് അതിൽ കയറ്റി കിടത്തിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് തിരക്കി. അപ്പോൾ അവളവിടെ കിടക്കുകയാണ്, എന്താകുമെന്നറിയത്തില്ല. അതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു വൈകുന്നേരം ഞങ്ങൾക്ക് രണ്ടുപേർക്കും. കാരണം ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ആ ഒരു ഏരിയയിലേക്ക് പോകുന്ന ഒരു പ്രതീക്ഷയെന്ന് പറയുന്നത് ഈ പശുക്കളെ കാണാനാണ്. ഈ പശുക്കുട്ടികളാകുമ്പോൾ വലിയ പേടിക്കാനില്ലല്ലോ. അപ്പം കുഞ്ഞും അതിൻ്റെ അടുത്തേക്ക് ചെല്ലും. നമ്മുടെ ഒരു പുല്ലൊക്കെ പറിച്ചാണ് അവളുടെ കൈ കൊടുക്കും, അവളത് നീട്ടി പിടിക്കും, അത് വന്ന് കഴിക്കും. അങ്ങനെ ഒരു വലിയൊരു സന്തോഷമായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ അതിനൊന്ന് വയ്യെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി ഇല്ലേ? ഇതേപോലെ തന്നെ ആയിരിക്കില്ല, മിക്കവാറും വീടുകളിലും കാണും എന്തെങ്കിലും ഒരു പെറ്റ്സ് അല്ലേ? ചിലർക്ക് പൂച്ച, പട്ടി ഇല്ലേ? ഇതൊക്കെയാണ് പ്രധാനമായിട്ടും. പിന്നെ പക്ഷികളെ വളർത്തുന്നവരുണ്ട്. അപ്പോൾ അതുങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് വയ്യാതെ വന്നാൽ നമുക്ക് ഭയങ്കരമായിട്ടും വിഷമമായിരിക്കില്ലേ? അപ്പോൾ ഇന്ന് ഞങ്ങൾക്കെന്നും കൊണ്ട് ഭയങ്കര വിഷമത്തിലാണ്. ഇനി എന്തായോ എങ്ങനായോ നാളെ അറിയാൻ പറ്റും എങ്ങനെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഒരു സങ്കടത്തിലിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് പ്ലീസ്.